കേരള സാഹിത്യ അക്കാദമിയും VKN സ്മാരക സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച VKN അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ മിനി പ്രസാദ് നിർവഹിച്ചു. അക്കാദമി സെക്രട്ടറി അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ, കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. VKNന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഘടിപ്പിച്ചു വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ സ്മാരകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒട്ടേറെ നാളത്തെ വലിയൊരു ആവശ്യമായിരുന്നു കുറെ കൂടി വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ, അതല്ലെങ്കിൽ VKNന്റെ സാഹിത്യത്തെ ആളുകൾക്ക് അടുത്തറിയുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായി ഇതിനെ മാറ്റിത്തീർക്കണമെന്നുള്ളത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ VKN സ്മാരക സമിതിയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നമ്മുടെ MLA കൂടിയായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ അവരെ സമീപിക്കുകയും തുടർന്ന് ഈ ആവശ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നമുക്ക് ഈ സ്മാരക മന്ദിരത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. ഭാഗ്യവശാൽ VKN സ്മാരകവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾക്കൊന്നും ഇടവന്നിട്ടില്ല. പത്രങ്ങളിൽ നിന്നും അത്രയധികം വിമർശനങ്ങൾ സാഹിത്യ അക്കാദമി VKN സ്മാരകവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. അഴീക്കോടിൻ്റെ കാര്യത്തിൽ അതായിരുന്നില്ല. എല്ലാ ദിവസവും പത്രത്തിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് വാർത്ത ഉണ്ടാവും. VKN ഒക്കെ ആണെങ്കിൽ ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. സുമാർ അഴീക്കോടിൻ്റെ ചിതാഭസ്മമായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വാർത്തയുടെ ഉള്ളടക്കം. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം 2012 തന്നെ എല്ലാ കർമ്മങ്ങളോടും കൂടി നിമജ്ജനം ചെയ്യപ്പെട്ടിരുന്നു. എന്നാലും സാഹിത്യ അക്കാദമി ഒരിക്കൽ കൂടി നിമജ്ജനം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും
കുഴപ്പമുണ്ടാവും എന്നുള്ള നിലക്കാണ് പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്നത്. അതിന് സാഹിത്യ അക്കാദമിക്ക് അധികാരവുമില്ല, അവകാശവുമില്ല. അത് ചെയ്യേണ്ട ഒരു സ്ഥാപനമല്ല സാഹിത്യ അക്കാദമി. അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളുമായിരുന്ന ചില ആളുകൾ ചിതാഭസ്മത്തിൽ ഒരു നുള്ള് തൃശ്ശൂരിനും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സാഹിത്യ അക്കാദമിയുടെ സ്മാരകത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പം അത് ഭദ്രമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി അത് കുറച്ചുകൂടി നന്നായിട്ടൊരു സ്ഫടിക പേടകത്തിലൊക്കെ ആക്കി സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആത്മകഥയിൽ എഴുതിയ ഒരു വരിയുണ്ട്: ചിരി വിദൂഷകർക്ക് ദുരന്ത അനുഭവങ്ങളെ അതിജീവിക്കുവാനുള്ള ആയുധമാണ്. ചിരി വിദൂഷകർക്ക് ദുരന്ത അനുഭവങ്ങളെ അതിജീവിക്കുവാനുള്ള ആയുധമാണ്. അപ്പോൾ അത് ബാല്യത്തിൽ അനുഭവിച്ച അനാഥത്വം, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞ ദാരിദ്ര്യം, അങ്ങനെ ഒരുപാട് അവസ്ഥകളിലൂടെ ആ വരി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതിന് താഴെ, ഈ എഴുതിയ വരിക്ക് താഴെ, ആത്മഹത്യ ചെയ്ത കൊമേഡിയന്മാരുടെ ഒരു ലിസ്റ്റ് ചാപ്ലിൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ആ ഹാസ്യത്തിൻ്റെ, ചിരിയുടെ പിന്നിലുണ്ടായിരുന്ന ദുരന്തത്തിൻ്റെ ആഴം പലപ്പോഴും ചിരിയിലൂടെ കടന്നുപോയി എന്നതുകൊണ്ട് അധികം ആർക്കും മനസ്സിലായില്ല. മലയാള സാഹിത്യത്തിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും പഠനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ തോന്നാറുണ്ട്. കാരണം മലയാളിയുടെ ഭാവുകത്വത്തിന് പരിചിതമായ ഒരു പ്രമേയങ്ങളുടെ അതിരുകളിൽ എവിടെയും വീഴ്ക്കാൻ ഒതുങ്ങി നിന്നിട്ടില്ല. അതുതന്നെ കാരണം അന്ന് അദ്ദേഹം എഴുതി വരുന്ന കാലത്ത് കാൽപ്പനികത കൊണ്ടാടപ്പെടുന്ന കാലമാണ്. അപ്പോൾ ആ കാൽപ്പനികതയുടെ മനം മയക്കുന്ന ഒരുതരം ആഘോഷങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് അദ്ദേഹം